ജർമ്മനിയിലെയും ഓസ്ട്രിയയിലെയും മുസ്ലിം കുടിയേറ്റക്കാർ നടത്തിയ തീവ്രവാദ സ്വഭാവമുള്ള വ്യത്യസ്ത ആക്രമണങ്ങളിൽ 3 പേർ കൊല്ലപ്പെടുകയും 40ഓളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഓസ്ട്രിയയിലെ വിലാച്ചിൽ 23 വയസ്സുള്ള സിറിയൻ അഭയാർത്ഥി നടത്തിയ ആക്രമണത്തിൽ 14 വയസ്സുള്ള ആൺകുട്ടി കൊല്ലപ്പെടുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജർമ്മനിയിലെ മ്യൂണിച്ചിൽ 24 വയസ്സുള്ള അഫ്ഗാൻ അഭയാർത്ഥി ഒരു ലേബർ യൂണിയൻ പ്രകടനത്തിനിടയിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റുകയായിരുന്നു. ഇതിൽ 37 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ അമ്മയും കുഞ്ഞും പിന്നീട് മരണത്തിന് കീഴടങ്ങി. മ്യൂണിച്ചിലും വിലാച്ചിലും നടന്ന ക്രൂരതയ്ക്ക് ദേശമോ മുഖമോ തൊലിയുടെ നിറമോ ഇല്ലെന്ന് ഓസ്ട്രിയൻ ബിഷപ്സ് കോൺഫറൻസ് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചു. മ്യൂണിച്ചിലെ പരിശുദ്ധ മറിയത്തിൻ്റെ നാമധേയത്തിലുള്ള കത്തീഡ്രലിൽ നടന്ന മതാന്തര അനുസ്മരണ ചടങ്ങിന് കർദിനാൾ റെയ്നാൾഡ് മാർക്സ് നേതൃത്വം നൽകി. ബവേറിയൻ മിനിസ്റ്റർ പ്രസിഡന്റ് മാർക്കസ് സോഡറും മ്യൂണിക് മേയർ ഡൈറ്റർ റൈറ്ററും പ്രാർത്ഥനയ്ക്ക് ശേഷം സമൂഹത്തെ അഭിസംബോധന ചെയ്തു. അഭയാർത്ഥികൾ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഓസ്ട്രിയയും ജർമ്മനിയും പിന്തുടരുന്ന കുടിയേറ്റ നയം പുനഃപരിശോധിക്കുവാനുള്ള സമ്മർദ്ദവും ശക്തമാവുകയാണ്.